ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഹ്റിനിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബഹ്റിൻ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ വഴിയാണ്. നമ്മുടെ ഈ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ ഒരുപാട് ചെടിച്ചട്ടികൾ, അത് നല്ല വലിപ്പമുള്ള സൈസുള്ള ചെടിച്ചട്ടികളാണ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഗൈഡ് ബോർഡ് ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് ഓരോ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതാണ് ട്രഡീഷൻ ആൻഡ് ട്രേഡ് കൾച്ചർ. ഇതൊരു പഴയ മോഡൽ കോഫി ഷോപ്പാണ്. അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ പല പല ഷോപ്സിൻ്റെ മോഡൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് ഒട്ടും ബോറടിക്കില്ല, നല്ല രസമായിട്ട് തോന്നും. ഒരുപാട് കടകളുടെ മോഡൽസ് രണ്ട് സൈഡിലായിട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുബൂസിൻ്റെ റൊട്ടിയുടെ ഒക്കെ ഇങ്ങനെ ഈ കനലിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു ഷോപ്പാണ് വരുന്നത്. അങ്ങനെ ഒത്തിരി കടകളുടെ ഷോപ്പ് വരുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പഴയ കാലത്തെ ഒരു മാർക്കറ്റിൽ പോയ ഒരു ഫീലാണ്. എന്തോ മധുരമുള്ള സ്വീറ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പാണ്. ഇത് വന്നിട്ട് അങ്ങാടി മരുന്ന്, പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്ന അങ്ങാടി കടകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഷോപ്പാണ്. പിന്നീട് ബാർബർ ഷോപ്പ് വരുന്നുണ്ട്. ബാർബർ ഷോപ്പ് എന്ന് പറയുന്നത് എക്സാക്ട് പഴയ ബാർബർ ഷോപ്പ് പോലെ ഒരു കോടയൊക്കെ കറക്റ്റ് ആ ഒരു മോഡൽ അവർ വന്നിട്ടുണ്ട്. ഒരാൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, മുടിയൊക്കെ തറയിൽ കിടക്കുന്നുണ്ട്, മുടി വെട്ടിയതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ആയുർബേബിക്ക് ആയാലും ഒട്ടും ബോർ അടിച്ചിട്ടില്ല. കാരണം അവിടെ എക്സാക്റ്റ് നമുക്ക് കണ്ട് മനസ്സിലാക്കാം പഴയ ബഹ്റിനിലെ ട്രേഡും കൾച്ചർ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ബഹ്റിനിൽ വന്നാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബഹ്റിൻ മ്യൂസിയം. അപ്പോൾ മാർക്കറ്റും ഷോപ്സൊക്കെ കഴിഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന അവരുടെ മെയിനായിട്ടുള്ള ജോലികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഇവരുടെ ഹാൻഡ് ക്രാഫ്റ്റിൽ വരുന്നതാണ് ഈ തുണി നെയ്യുന്നതും ക്ലേ വെച്ചിട്ട് പോട്ട് മേക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഇവരുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഒന്നാണ് ഫിഷിങ്. ഫിഷിങ് ചെയ്യുന്ന ബോട്ട് മോഡൽ, അതിൻ്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫിഷ് ഇങ്ങനെ വിൽക്കുന്ന കടകൾ. ഫിഷിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ഈ ഓയിസ്റ്ററിനകത്തുനിന്ന് ഇവർക്ക് പേൾ കിട്ടും. പേൾ വെച്ചിട്ട് പേളിൻ്റെ മാല, കമ്മൽ, അതുപോലത്തുള്ള ഹാൻഡ് മെയ്ഡ് ഓർണമെൻറ്റ്സും ഉണ്ടാക്കുമേ. അത് ഇവരുടെ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ആണ്. പിന്നെ ഇവരുടെ കൾച്ചറിനെ കാണിക്കുന്ന സംഭവങ്ങളാണ്. ഒരു ബേബിയുടെ ബർത്ത് തൊട്ട് ഫസ്റ്റ് ഡേ എന്തൊക്കെ ചെയ്യും, അതുപോലെ തന്നെ മാരേജ്, അത് എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് പുരാതന കാലത്തുള്ള ഈ ശവകുടീരങ്ങളുടെ ഒക്കെ ഒരു മോഡൽ കാണിക്കുന്നത്. അതിനാണ് പറയുന്നത് ദി ഹാൾ ഓഫ് ദിൽമുൻ ഗ്രേവ്സ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ ദിൽമുൻ എന്ന് പറയുന്നത് ആ ഒരു പണ്ട് കാലത്തുള്ള ആ ഒരു സിറ്റി, അവിടെ ഉണ്ടായിരുന്ന ശവകുടീരങ്ങളുടെ ഒക്കെ ഒരു മോഡലാണ് ഇനി കാണാൻ പോകുന്നത്.
പിന്നെ എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ തറയിൽ ഫുള്ള് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാപ്പിൻ്റെ മോഡലാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഒക്കെ ഉള്ള ഒരിടത്താണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഓർണമെൻറ്റ്സ്, മാലാവള, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ കപ്സ്, ക്ലേ വെച്ചിട്ടുണ്ടാക്കിയ കപ്പും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പിന്നെ ഹോം ഡെക്കോർ ഐറ്റംസ്, ബാഗുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ബഹ്റിൻ നാഷണൽ മ്യൂസിയത്തിൻ്റേത്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബഹ്റിനിലെ അടുത്ത വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ കൂടി ഓർക്കണേ.